രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് നാഗാലാൻഡിൽ നാഗാ സംഘടനാ പ്രതിനിധികളുമായി രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൊഹിമയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഭാരത് ജോഡോ യാത്രയുടെ 3-ാം ദിവസ പര്യടനം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. നാഗാലാൻഡിലെ കുസാമയിൽ വെച്ചാണ് യാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇന്നലെ വൈകിട്ടാണ് മണിപ്പൂരിൽ നിന്ന് യാത്ര നാഗാലാൻഡിൽ പ്രവേശിച്ചത്. വലിയ തരത്തിലൊരു പിന്തുണയോടെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. കാങ്കോപ്പിലും സേനാപതിയിലും എല്ലാം തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കാനായി നിരവധി പേരാണ് റോഡിന്റെ ഇരുവശവും ഉണ്ടായിരുന്നത്. ജനനിബിഡമായിരുന്നു സേനാപതിയിലെ രാഹുൽ ഗാന്ധിയെ യാത്ര വരവേറ്റത്. അത്തരത്തിൽ വലിയ തരത്തിലൊരു പിന്തുണ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നു. മാത്രമല്ല, ഇന്ന് കൊഹിമയിൽ നിന്ന് യാത്ര മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി 1 മണിക്ക് കൊഹിമയിൽ വെച്ച് മാധ്യമങ്ങളെ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി എന്താണ് വാർത്താസമ്മേളനത്തിൽ പറയാൻ പോകുന്നതെന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി കലാപബാധിത മേഖലയോടെയായിരുന്നു യാത്ര സന്ദർശിച്ചത്. വലിയ തരത്തിൽ പിന്തുണ കുക്കി, മെയ്തേയ്, നാഗ വിഭാഗങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ ലഭിച്ചിരുന്നു. സമാനമായി തന്നെ ഇന്ന് യാത്ര മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ മണിപ്പൂർ കലാപം തന്നെയാകുമോ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ ഉന്നയിക്കുക, അതല്ല അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും 1 മണിക്കാണ് വാർത്താസമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് 2 പൊതുസമ്മേളനവും രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വാക്ക എന്ന സ്ഥലത്താണ് യാത്ര അവസാനിക്കുക. പിന്നീട് നാളെയും നാഗാലാൻഡിൽ പര്യടനം തുടരും. എന്തായാലും പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നില്ല. അതാത് സംസ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ രാത്രി മണിപ്പൂരിൽ നിന്ന് നാഗാലാൻഡിൽ യാത്ര പ്രവേശിച്ച ഘട്ടത്തിൽ നാഗാ സംഘടനകളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാനമായി തന്നെ വിവിധ സംഘടനകളുമായി രാഹുൽ ഗാന്ധി യാത്രയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബസ്സിൽ തന്നെയാകും ഇന്നും രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുക. എന്തായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം വലിയ പിന്തുണ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ അടക്കം പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. എസ്കെഎൻ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.